കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഗവർണറും പ്രതിപക്ഷ നേതാവും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം കേരള ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നിരന്തരം പ്രതികരിച്ച സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർക്ക് ശേഷമാണ് പുതിയ ഗവർണറുടെ വരവ്. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ പുതിയ ഗവർണറുടെ വരവ് നിർണായകമാണ്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഏറ്റവും കൂടുതൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പല അഴിമതികളെയും ചോദ്യം ചെയ്ത ഗവർണർ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞ് അദ്ദേഹം പോവുകയാണ്. രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. പക്ഷേ ആരൊക്കെ വന്നാലും CPM-ന്റെ മുഖം അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ ഇത്തരം കെടുകാര്യസ്ഥതയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആരൊക്കെ വന്നാലും പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ അഴിമതിയെ വച്ച് പൊറപ്പിക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞിരുന്നല്ലോ. കാരണം ഗവർണർ മാറുന്നതിൽ കാര്യമില്ല, പക്ഷേ CPM-ന്റെ അഴിമതി തുടർന്നാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഇടത് സർക്കാർ കണ്ടതിൽ ഏറ്റവും ശക്തനായ ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 5 വർഷവും 4 മാസവും സംസ്ഥാന സർക്കാർ ശരിക്കും വെള്ളം കുടിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലിലൂടെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാക്കി ബീഹാറിന്റെ പുതിയ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കേരളത്തിൽ നിന്നും മടങ്ങുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ ഉപരാഷ്ട്രപതിയെ ചില ചടങ്ങുകൾക്കായി അദ്ദേഹം എത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഡൽഹിയിൽ നിന്നാണ് ബീഹാറിലെ പാട്നയിലേക്ക് അദ്ദേഹം പുതിയ സ്ഥാനം ഏറ്റെടുക്കാനായി പോവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിന്റെ പുതിയ ഗവർണറായി ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒപ്പം തന്നെ രാജ്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ആ ഒരു ആഭ്യന്തര യുദ്ധമൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ാം തീയതി സ്ഥാനം ഏറ്റെടുക്കുകയാണ്. പുതുവർഷ ദിനത്തിൽ പുതുദിനം പിറക്കുമ്പോൾ ആ ദിവസം അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുൻ പ്രധാനമന്ത്രി കൂടിയായ മൻമോഹൻ സിംഗിന്റെ വിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം രാജ്യവ്യാപകമായി നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് ചടങ്ങ് നിലവിലത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 4:30-ന് രാജ്ഭവൻ ഔദ്യോഗിക യാത്രയയപ്പ് നടത്താൻ തീരുമാനിച്ചതാണ്. പിന്നീട് ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ അത് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട് കണ്ട ഏറ്റവും ശക്തനായ ഒരു ഗവർണർ, സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് CPM-ഉം ഇടത് സർക്കാരും നടത്തുന്ന ബന്ധു നിയമനങ്ങൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ, പരീക്ഷകൾ കേന്ദ്രീകരിച്ചും VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും സർക്കാരുമായി കലഹിച്ച ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പല നിർണായക ബില്ലുകൾ അടക്കം രാജ്ഭവനിൽ എത്തിയിട്ടും അത് ഒപ്പുവെക്കാതെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഇരുവരുമായി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ നിയമസഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന കാലത്ത് നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. പല ഘട്ടങ്ങളിലും പല തവണയും അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിരോധം ഗവർണർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ഇടപെടലുകൾ നടത്തിയും സമീപനങ്ങൾ മാറ്റിയും ഒക്കെയാണ് പിന്നീട് ഗവർണർ നിയമസഭയിലേക്ക് എത്തിയത് എന്നുള്ളതും കണ്ടതാണ്. എന്തായാലും 5 വർഷവും 4 മാസവും നീണ്ട ആ ഒരു കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ മാനങ്ങൾക്കും ഇടവെച്ചുകൊണ്ടാണ് ഗവർണറുടെ മടക്കം എന്നുള്ളതാണ്. എന്തായാലും പുതിയ ഗവർണർ കേരളത്തിലേക്ക് എത്തുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതുതന്നെയാണ്. സർക്കാർ ഗവർണർ പോര് തുടരുന്ന പശ്ചാത്തലം, ഒപ്പം തന്നെ വിവിധ സർവകലാശാലകളിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതി കയറിയ പശ്ചാത്തലം, VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ട പ്രതിനിധികളുടെ പട്ടിക നൽകാതിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ വിവിധ കേസുകളിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലടക്കം നടത്തുന്ന ബന്ധു നിയമനങ്ങൾ, മന്ത്രിമാരുടെ കെടുകാര്യസ്ഥതകൾ, മന്ത്രിമാരുടെ ബന്ധു നിയമനങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ ഒരു ശക്തനായ വ്യക്തി തന്നെയാണ് കേരളത്തിലേക്ക് വീണ്ടും ഗവർണറായി എത്തുന്നത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും 2-ാം തീയതിയോടുകൂടി ഔദ്യോഗികമായി പുതിയ ഗവർണർ ചാർജ് എടുക്കും. നാളെ ഉച്ചയോടുകൂടി നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുകയും ചെയ്യും. ദേവിക. ശരി, ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാനെ കേരളം മറക്കില്ല, മലയാളികൾ ഒരിക്കലും മറക്കില്ല. കാരണം മലയാളികൾക്ക് വേണ്ടി
അത്രത്തോളം ശബ്ദിച്ച ഒരു ഗവർണർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ എന്നും മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ തന്നെ മലയാളികൾ സൂക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശാലിനിയാണ് വിവരങ്ങൾ. നമ്മുടെ പ്രേക്ഷകൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളും പറയുന്നു തൻ്റെ ഇടമുള്ള ഗവർണർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പലരും ഇടതുപക്ഷ സൈബർ ഇടങ്ങളിലൊക്കെ കണ്ടത് കെട്ടുകെട്ടിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. 5 വർഷം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കേരളത്തെക്കാൾ വലിപ്പമുള്ള അതിൻ്റെ ഇരട്ടി MLA-മാരുള്ള വലിയ സംസ്ഥാനമായ ബീഹാറിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹം വടക്കേ ഇന്ത്യൻ സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ഒരു സംസ്ഥാനത്തേക്കാണ് കിട്ടിയതും. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ അങ്ങനെ ഒതുക്കിയതല്ല, അദ്ദേഹത്തെ വലിയൊരു സംസ്ഥാനത്തേക്ക്. ഇവിടെ 5 വർഷം പൂർത്തിയാക്കി മാസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്തായാലും പുതിയ ഗവർണർ ജനുവരി 2-ന് ചുമതലയേൽക്കും. പുതിയ ഗവർണറുടെ വിശേഷങ്ങൾ പിന്നീടല്ലേ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.